ഇനിയും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഗവൺമെന്റിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ മണ്ടന്മാരാണെന്നേ പറയാനുള്ളൂ. ഇനിയും എത്ര എക്സാമ്പിൾ വേണം നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ. ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഈ ആഴ്ച. 2020 കോവിഡ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അന്ന് നമ്മളോട് ആദ്യം പറഞ്ഞത് എന്താണ്? വുഹാനിൽ വെറ്റ് മാർക്കറ്റ് ഉണ്ട്, അവിടുത്തെ വെറ്റ് മാർക്കറ്റിലെ ആൾക്കാർ പട്ടിനിയും പൂച്ചനെയും വവ്വാലിനെയൊക്കെ കഴിച്ചിട്ട് അതിൽ നിന്നെന്തോ വന്ന കോവിഡിന്റെ വൈറസ് ആണ് പിന്നീട് ലോകം മുഴുവൻ വന്നതെന്നല്ലേ ആദ്യം പറഞ്ഞത്. അന്ന് തന്നെ കുറെ വേറെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് ലാബിൽ നിന്ന് ലീക്ക് ആയതാണ്, ഹ്യൂമൻ മെയ്ഡ് ആണ് ഇങ്ങനത്തെ വൈറസ്, ഇത് നാച്ചുറൽ സാധാരണ കണ്ടുവരുന്ന ഒന്നല്ല, ഇത്രയും മ്യൂട്ടേറ്റ് ചെയ്ത സാധനങ്ങൾ നാച്ചുറൽ കാണില്ല, ഇത് മനുഷ്യന്മാർ ഉണ്ടാക്കിയതാണെന്ന് അന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ ഒരു കാര്യം ഇങ്ങനെ ഒരു ചാനലിൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ പൂട്ടിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരും ചാനൽ പൂട്ടിപ്പോയിട്ടുണ്ട് ഇങ്ങനത്തെ വേറെ എന്തെങ്കിലും നെറേറ്റീവിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കോവിഡിന്റെ ഒരു ഡിസ്ക്ലെയിമറൊക്കെ വരും വീഡിയോന്റെ അടിയിൽ, പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനം ചാനൽ പൂട്ടിപ്പോകും. അത്രയും സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു കോവിഡിന്റെ ഈ ഒരു തിയറി മാത്രമേ ശരി, ബാക്കി ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ഹൗസിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് covid.org എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു ലിങ്ക്, ആ ലിങ്കിൽ കയറി തന്നെ വൈറ്റ് ഹൗസിന്റെ വെബ്സൈറ്റിലേക്ക് പോകും. അതിൽ അവർ കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. കോവിഡ് എന്നുള്ള വൈറസ്, സാർസ് വൈറസ് ഉണ്ടല്ലോ, അത് മാൻമെയ്ഡ് ആണ്. ഒരു മനുഷ്യൻ ഒരു ലാബിൽ ഉണ്ടാക്കിയ വൈറസ് ആണ് ഈ കോവിഡ്. അത് ലാബിൽ നിന്ന് ലീക്ക് ആയിട്ട് പോയതാണ്. ചൈനയിലുള്ള സാർസ് റിസർച്ച് ലാബില് 2019 തന്നെ കോവിഡിന്റെ ആ രോഗത്തിന്റെ ലക്ഷണങ്ങളുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ഒരു കോവിഡിന്റെ വൈറസ്. ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ഓർമ്മയുണ്ടോ? ഇത് നാച്ചുറലി മ്യൂട്ടേറ്റ് ചെയ്ത് വന്നതാണെന്നൊക്കെ പറഞ്ഞ് കുറെ ന്യൂസിൽ തള്ളി മറിച്ചില്ലേ? എല്ലാം ഫേക്ക് ആണ്. ഇത് ഫസ്റ്റ് വേവും ഇവർ തന്നെ ഉണ്ടാക്കിയത്, സെക്കൻഡും തേർഡും എല്ലാം ഇവർ തന്നെ ഉണ്ടാക്കിയത്. നാച്ചുറലി ഈ ഒരു വൈറസ് മ്യൂട്ടേറ്റ് ആവില്ല. അതിന്റെ പല സ്ട്രെയിൻസ് ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇവർ ആദ്യം ഒരു വേവ് ഇറക്കി, പിന്നെ കുറച്ചുകൂടെ ആൾക്കാരെ പേടിപ്പിക്കാൻ ഒന്നുകൂടെ ഇറക്കി, അങ്ങനെ ചെയ്തതാണിത്. ഇത് പറയുന്നത് ഞാൻ ഈ ചാനൽ വന്നിരുന്നിട്ടോ അല്ല, അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കൻ ഗവൺമെന്റ് ആണ് ഇത് പറയുന്നത്. ഈ ഒരു വെബ് പേജിൽ ചൈനനെ ഒരു 10 തവണ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു രീതിയിലാണ് ചൈനനെ നൈസിൽ അറ്റാക്ക് ചെയ്യാൻ ഡൊണാൾഡ് ട്രംപും അവരുടെ ഗവൺമെന്റും. എന്തിനാണ്? ഇപ്പൊ ചൈനയും അമേരിക്കയും തമ്മിൽ അടിച്ച് പിരിഞ്ഞിരിക്കുകയാണല്ലോ. ഈ ട്രേഡ് വാറിന്റെ ഒക്കെ ഇടയിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ചൈനനെ കുത്താൻ കിട്ടിയ എന്ത് അവസരവും ഇവർ ഉപയോഗിക്കും. അങ്ങനെയും കൂടെ ഒരു സംഭവം കൂടെ ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത്, കറക്റ്റ് സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ഇവർ നടത്തുന്നത്. എന്തായാലും എല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് പറഞ്ഞവരും അന്ന് വിശ്വസിച്ചവരൊക്കെ നമ്മൾ ആരായി? മണ്ടന്മാരായി.